കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്ന നല്ല സമയം. എൻ്റെ പ്രിയമുള്ളവരെ, അഭിസംബോധനയിൽ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ നന്മയ്ക്ക് ഉത്തരവാദിയായിരിക്കുന്ന സർവശക്തനായ ദൈവമുണ്ട്. നമ്മുടെ നന്മയെ അപഹരിച്ച് കളയുന്ന, നമ്മുടെ നന്മയെ ഉന്മൂലനാശം വരുത്തുന്ന പൈശാചിക മേഖലകളിൽ നിന്ന്, മാനുഷിക പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മെ വെടിവിച്ച് നമുക്ക് ഉത്തരവാദിയായിരിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119 അധ്യായം അതിൻ്റെ 122 വാക്യം ഇങ്ങനെ വായിക്കുന്നു: അടിയൻ്റെ നന്മയ്ക്കു വേണ്ടി ഉത്തരവാദിയായിരിക്കണം. സങ്കീർത്തനക്കാരനായ ദാവീദിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് 119 സങ്കീർത്തനം. അതിൽ തനിക്ക് നന്മ പ്രാപിച്ചതിന് ശേഷം ഒരു കാലഘട്ടം മുഴുവനും താൻ അനുഭവിച്ച ഒറ്റപ്പെടലുകളും തിന്മകളും തിക്താനുഭവങ്ങളുടെയും നടുവിൽ അനുഭവിച്ച നന്മയുടെ വിറകിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഭക്തനായ ദാവീദ് പാടുന്ന സങ്കീർത്തനമാണ് അടിയൻ്റെ നന്മയ്ക്ക് ഉത്തരവാദിയായിരിക്കണമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം എന്തൊക്കെ പ്രാപിച്ചാലും, എന്തൊക്കെ ദൈവം നമുക്ക് നൽകി തന്നാലും, നമ്മൾ നന്മ പ്രാപിക്കുമ്പോൾ, നന്മ അനുഭവിക്കുമ്പോൾ ദൈവത്തെ മറന്നുപോകുന്ന ഒരു സമൂഹത്തിന്റെ നടുവിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ദൈവം ചെയ്ത നന്മകളെ അപ്പാടെ മറന്ന്, ദൈവം ചെയ്ത ഉപകാരങ്ങളെ അപ്പാടെ മറന്ന് നാം ജീവിക്കുന്ന വല്ലാതൊരു സാഹചര്യത്തിലാണ് ഇന്ന് നാം ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ നന്മയ്ക്ക്, സകല നന്മയ്ക്കും ഉത്തരവാദിയായിരിക്കുന്ന ഒരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. നാം കഴിക്കുന്ന ആഹാരം, നാം അനുഭവിക്കുന്ന സ്തോത്രം സൗഭാഗ്യങ്ങൾ, നാം സ്തോത്രം പാർക്കുന്ന പാർപ്പിടം, നാം ധരിക്കുന്ന വസ്ത്രങ്ങൾ, ഇവയുടെ എല്ലാം പിറകിൽ നമുക്ക് നൽകി തന്നിരിക്കുന്ന ആരോഗ്യം, ഇവയുടെ എല്ലാം പിറകിൽ ദൈവമാണ്, ദൈവത്തിന്റെ കരുണയാണെന്നുള്ളത് നാം മറന്നുപോകരുത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദാവീദും കൊട്ടാരത്തിൽ വനാന്തരങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് കയറുമ്പോൾ താൻ ദൈവത്തെ മറന്നുപോകുകയല്ല ചെയ്യുന്നത്. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക്, ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തികൾക്ക് നന്ദി സൂചകമെന്ന വണ്ണം ആ ദൈവസന്നിധിയിൽ താൻ മുഴങ്കാൽ മടക്കി പറയുകയാണ്, അടിയന്റെ നന്മയ്ക്ക് ഉത്തരവാദിയായിരിക്കണമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ നന്മയുടെ ഉത്തരവാദി ആരാണ്? പലപ്പോഴും നാം നമ്മുടെ പ്രൗഢി, നമ്മെ തന്നെ ഉയർത്തി കാണിക്കുമ്പോൾ ഈ സമയം പരിശുദ്ധാത്മാവ് നമ്മളോട് ബുദ്ധി ഉപദേശിക്കുന്നു, നമ്മുടെ നന്മയുടെ ഉത്തരവാദി നാം അല്ല, അത് ദൈവമാണ്, സർവശക്തിയുള്ള ദൈവമാണ്. അപ്പോൾ തന്നെ നമുക്ക് തന്ന നന്മയെ അനുഭവിക്കാതെ വണ്ണം, നാം അത് നമ്മെ കൊണ്ട് അനുഭവിപ്പിക്കാതെ വണ്ണം, നമ്മുടെ തലമുറയെ കൊണ്ട് അനുഭവിപ്പിക്കാതെ വണ്ണം അത് നാശം വിതച്ച് അതിനെ നശിപ്പിക്കുന്ന പല സാഹചര്യങ്ങളും ഇന്ന് ലോകത്ത് കണ്ടുവരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു നന്മ തരുമ്പോൾ, ചിലർ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ, പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്, പാസ്റ്റേ വളരെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, വളരെ അധികം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. എന്നാൽ കയ്യിലേക്ക് എന്തെങ്കിലും ഒരു നന്മ ലഭിക്കുമ്പോൾ അത് ഓട്ടസഞ്ചിയിലേക്ക് ഇടുന്നത് പോലെ ചോർന്നു പോകുകയാണ്, ചോർത്തിക്കളയുകയാണ്. ഇത് ഒട്ടുമിക്ക പേരുടെയും മനസ്സിനകത്ത് വീണ് കിടക്കുന്ന വളരെ ഒരു വലിയ വേദനയാണ്. അവർ സമ്പാദിക്കുന്നുണ്ട്, അവർക്ക് നന്മ ലഭിക്കുന്നുണ്ട്, എന്നാൽ ആ നന്മയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന പല വിധത്തിലുള്ള വിഷയങ്ങൾ ഉടലെടുത്തു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഈ 2026 സ്തോത്രം ജൂൺ മാസത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് ബുദ്ധി ഉപദേശിക്കുന്നത്, നമ്മുടെ നന്മ എവിടെങ്കിലും മുടങ്ങിപ്പോകുന്നുണ്ടോ, നമ്മുടെ നന്മ എവിടെങ്കിലും അപഹരിച്ചു കൊണ്ടുപോകുന്നുണ്ടോ, നാമും നമ്മുടെ തലമുറയും അനുഭവിക്കേണ്ട നന്മ, നാമും നമ്മുടെ കുടുംബവും അനുഭവിക്കേണ്ട നന്മ അത് മറ്റു പല വിധത്തിലും അപഹരിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് അപഹരിച്ചു കൊണ്ടുപോകുന്ന ആ പൈശാചിക മേഖലകളെ നോക്കി പറയണം, ഇനിയും എൻ്റെ നന്മയെ അപഹരിക്കാൻ ആർക്കും കഴിയത്തില്ല. കാരണം അടിയന്റെ നന്മയ്ക്ക് ഉത്തരവാദി സർവശക്തനായ ദൈവമാണ്. പലർക്കും നന്മ അപഹരിച്ചു പോകുന്നതിൻ്റെ പരാതി പറയുന്നത്
പലരുടെയും നന്മയുടെ വിറകിൽ നാം നമ്മളെ തന്നെ ഉയർത്തുന്നത് കൊണ്ടാണ്. നാം നമ്മെ തന്നെ എന്തൊക്കെയാണെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ്. ആ ചിന്തകളെല്ലാം മാറ്റിവെച്ചിട്ട് ഇന്ന് ദൈവസന്നിധിയിൽ ഉറച്ച തീരുമാനത്തോട് പറയണം, എൻ്റെ നന്മയ്ക്ക് മുഴുവനും ഉത്തരവാദി അത് സർവശക്തനായ ദൈവമാണ്. വലിയ പ്രൊട്ടക്ഷനും സംരക്ഷണവുമാണ് പ്രിയപ്പെട്ടവരെ നാം നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ പദങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്നത്. നിശ്ചയമായി നമ്മുടെ നന്മയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന, ഇല്ലായ്മ ചെയ്യുന്ന ഏതെല്ലാം മേഖലകൾ കൊണ്ടോ അതിനെ നോക്കി പറയാ, എൻ്റെ നന്മയുടെ ഉത്തരവാദി അത് സർവശക്തനായ ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ നാളെയുടെ നീളകളിൽ നാം നമ്മുടെ തലമുറകൾ അനുഭവിക്കേണ്ട നന്മ നമ്മുടെ കരത്തിൽ സുരക്ഷിതമായിരിക്കും. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ പ്രാർത്ഥനയോടെ നമുക്ക് മുൻപോട്ട് പോകാം. നമ്മുടെ നന്മയ്ക്ക് ഉത്തരവാദി സർവശക്തനാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ അവരെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.